ഇത് കഴിക്കുന്നതിന് നമുക്ക് ശരീരത്തിന് വലിയ ഒരു ഫാറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടൂല. കാരണം അത്രയും തിളച്ച് ഇത് വെറും എന്താ പറയാ, ഇതിന്റെ കാര്യമായിട്ടുള്ള മുതലെല്ലാം പോയിട്ടുണ്ട്. ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ മക്കളെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? അൽഹംദുലില്ലാ, ഞങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞങ്ങളെന്ന് പറയുമ്പോൾ ഇന്നെ മാത്രം ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവുള്ളൂ കേട്ടോ. മാളിന് തീരെ സുഖമില്ല. ഇന്നലെ രാത്രി മുതലേ പെട്ടെന്ന് വയ്യാതായി തുടങ്ങിയതാണ്. നീരിറക്കാവും, ശരീരം മൊത്തം വേദനയും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തീരെ വയ്യ. പിന്നെ മാളും ഒരാളാണ്ട് കുറഞ്ഞു പോയാൽ പിന്നെ ആളില്ലല്ലോ നമ്മളെ വീട്ടിൽ ആണായിട്ട് ആണുങ്ങളല്ല മൊത്തം. ഇതാ ആളിവിടെ ഉണ്ട്, അടുക്കളയിൽ പണിയിലാണ്. പനി ഉള്ളിക്ക് നല്ല പനിയുള്ള മാതിരി പുറത്തു കൊണ്ട് ഇപ്പോൾ നേരം വിളിച്ചാരെ ഡോക്ടറെ കാണിക്കണം. തൽക്കാലം ഒരു ഗുളിക കുടിച്ചാണ്. അപ്പോൾ അങ്ങനെ ഗുളിക ഇപ്പോഴത്തെ പനിക്ക് കുടിക്കാൻ പാടില്ല, കാരണം ഡോക്ടറെ കാണിച്ച് മാത്രം ഗുളിക കുടിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, അവിടെയൊക്കെ പോയി വരികയാണ്. എന്താ വെച്ചാൽ അല്ലേ, ആധാറിന് ചെറിയ ഒരു നമ്മുടെ പിൻകോഡ്, ചെറുതല്ല പിൻകോഡ് നമ്പർ എന്ന് വെച്ചാൽ വലിയ പ്രശ്നം തന്നെയാണ്. അപ്പൊ അതിനോട് എന്റെ ആധാറില് ഒരു പിൻകോഡ്, ബാബാന്റെ ആധാറില് 08, എന്റെ ആധാറില് 01, പിന്നെ എന്റെ മൈമൂന നെയ്മ ഒരിടത്ത് സർട്ടിഫിക്കറ്റില് OO, ആധാറില് U, SSLC സർട്ടിഫിക്കറ്റില് U, മൈമൂന എന്നുള്ളടത്ത് MU. ഏതായാലും അതിലേക്ക് നിങ്ങളെ ആധാറില് MO, പാൻ കാർഡില് MU, ID കാർഡിൽ MU, അങ്ങനെ സ്പെല്ലിങ് മൊത്തത്തിൽ തെറ്റ്. നമ്മൾ കറക്റ്റ് ആക്കി കൊടുത്താൽ ഓല ആ ടൈപ്പ് ചെയ്യണോടത്ത് ഇപ്പോഴല്ല കുറച്ച് മുമ്പ് ഇപ്പത്തെ പോലെ നമുക്ക് കറക്റ്റ് ആക്കി എല്ലാം ഉറപ്പ് എത്തിയിട്ട് ഓല ടൈപ്പ് ചെയ്യുള്ളൂ. ചുരുക്കി പറഞ്ഞാല് നമ്മളെ എന്താ പറയാ, കുളന്തസ്വാമി പറഞ്ഞ മാതിരി പെരിയ പ്രശ്നം അല്ലേ. അപ്പൊ അങ്ങനെ കുറെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ കൂടി നേരാക്കാൻ വേണ്ടിട്ട് ഞാൻ ചോറ് തീമട്ട് കാണ്ട് പോയിരുന്നു. വന്നപ്പോക്കിന് ചോറ് വന്ന് വെട്ടിറച്ചി ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ 2 മണിയായി. ഏറ്റവും വലിയൊരു സങ്കടം എന്താ വെച്ചാല് നമ്മൾ ഇതുവരെ അത്ര ശ്രദ്ധിച്ചില്ല. ഇപ്പൊ നമ്മളെ പ്ലേ ബട്ടൺ വരാനും വേണ്ടിട്ട് അതിന്റെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാണ്ട്. അപ്പൊ നോക്കുമ്പോ എത്ര ആയിട്ട് റെഡിയാണ്, എന്താ സംഭവം ഞാൻ ചെയ്തിട്ടാണോ എനിക്ക് അറിയില്ല. അതുകൊണ്ടാവില്ല, ഞാൻ ചെയ്യാൻ വേണ്ടി തർക്കടില്ല. അവര് എത്തും കുത്തും അറിയാത്ത ഇജ്ജ് ചെയ്യുമ്പോ എന്തായാലും മോശം വരൂല കേട്ടോ. അപ്പോ അവള് ചെയ്തിട്ടല്ല, വീണ്ടും വീണ്ടും മെസ്സേജ് ആധാർ നമ്പർ എന്ന് വെച്ചാൽ നമ്മള് മെയിൻ അല്ല, സോറി, പിൻ നമ്പർ എന്ന് വെച്ചാൽ മെയിൻ ആണല്ലോ നമ്മളെ പിൻകോഡ്. അപ്പൊ അത് പയച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ അത് ഏതായാലും ഇന്ന് ക്ലിയർ ചെയ്യാൻ പോയി. ഇൻഷാല്ല 2 ദിവസം കൊണ്ട് ഓക്കെ ആവുന്ന പറഞ്ഞത്. ഫോണൊക്കെ മെസ്സേജ് വരും. അപ്പൊ അതിന് വേണ്ടി പോണം. അപ്പോ ഇന്നലെ ലൈവ് ഇല്ലാത്തതൊക്കെ അതുകൊണ്ട് ഇവക്ക് വയ്യായിരുന്നു. ഇന്നലെയൊക്കെ തീരെ ഒന്നിനും പറ്റില്ല. ശരിക്കൊരു സൗണ്ട് പോലും കേൾക്കാം. ഫോണൊക്കെ ഓണാക്കിയാലും കേൾക്കുമ്പോ ഭയങ്കര അസ്വസ്ഥത. എന്നോടൊക്കെ അങ്ങോട്ട് പിട്ടിക്കുന്നു അങ്ങനെയുള്ള ഒരു ഞാൻ എന്നോട് സംസാരിച്ചിട്ട് പോലും ഇന്നലെ മരുവിന്റെ ആശം. ശരിക്കും ഇന്നലെ കൊലയും വരുന്ന ഇങ്ങനെ ഫോൺമ കാട്ടിൻ്റെ കൂടെ ഞാൻ നേരെ പോയാണ് കിടന്ന്. അപ്പൊ ഭാവ അങ്ങേ പുറത്ത് ഇന്നലെ ഭാവിയും കിടന്ന്. എനിക്ക് പനി വന്നിട്ട് എടുത്ത് ഒരാൾ കിടക്കണ പോലും പറ്റില്ല. ഞാൻ പറഞ്ഞത് കുട്ടികൾ പോലും എടുത്ത് കയറി എനിക്ക് പറ്റൂല. കാര്യം മനസ്സിലായില്ല ഇപ്പൊ. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ അതാണ് എനിക്ക് വയ്യാതായാലും എന്റെ അടുത്ത് ഒരൊറ്റ കുട്ടീനെ ഞാൻ അടുപ്പിച്ചൂല. എടുത്ത് വന്ന് കിടക്കാൻ നേരെ തിരിച്ചാണ് കേട്ടാ. എനിക്ക് വയ്യാതായ പ്രത്യേകിച്ച് എന്റെ ഭാര്യന്റെ സമീപ്യം എനിക്ക് ഭയങ്കര ആവശ്യമാണ്. ചിക്ക അങ്ങനല്ല, എനിക്ക് വയ്യാതായാൽ ഒരാള് പോലും കട്ടില് പോലും എന്ന് ഇളകാൻ പാടില്ല. ഞാൻ പറയും കട്ടില് ഇളക്കല്ലേ, പൊന്നൊക്കെ നിന്ന് കട്ടുമെന്ന് ചാടുമ്പോ ഞാൻ പറയും പൊന്നോ കട്ടുമെന്ന് ചാടല്ലടാ. അങ്ങനെ ഇവരോടൊന്നും ഉണ്ടാതെ പോയിക്കാണ് ഞാൻ ഒറ്റക്ക് എടുത്താണ് കിടന്ന് ആണ്ട് ഉറങ്ങി. ഇല്ലേ 9 മണിയാ, 9:30 ഞാൻ കൊറേ ദിവസത്തിന് ശേഷം ആദ്യമായിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങണ്ട് ഇന്നലെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്ന്. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട്. അടിപൊളി ഒരു ഐറ്റംസ് ഉണ്ടാക്കണ്ടേ. കൊറേ ദിവസം കൊടുന്നരാന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ഇന്ന് കൊടുന്ന കുറച്ച് പണി ഉണ്ട്. ഇവിടെ ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പൊ നമ്മളെ മലബാറിയുടെ സ്പെഷ്യലായ പെട്ടിയിറച്ചി ഉണ്ടാക്കുന്നത്. പിന്നെന്താ, മലബാറികളല്ലാത്തവരൊക്കെ പറയും അതിന് ബോട്ടി എന്ന് പറയും. അപ്പൊ പെട്ടിയിറച്ചി മാളു എന്ന് വെച്ചാൽ ഉണ്ടാക്കുമ്പോ വേറെ ലെവലിലാണ് ഉണ്ടാക്കുക. എന്താ വെച്ചാൽ അങ്ങനെ പറയും. എന്താ വെച്ചാല് ഇതെന്താ വെച്ചാല് ഇവളുണ്ടാക്കുമ്പോ എല്ലാവരും അത് മുറിച്ചൊക്കെ ഉണ്ടാക്കി പിന്നെ ഒന്ന് ഇതാക്കി മുറിച്ചാൽ കുറെ മാള് ആദ്യം അത് ടോട്ടലായിട്ട് ക്ലീൻ ചെയ്യും. പിന്നെ കാണുന്നില്ല, എന്റെ വയലിന് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാരും അങ്ങനല്ല, എല്ലാരും പറയും ഞാൻ ആദ്യം കാണുകയാണ് ഇങ്ങനെ ഉണ്ടാക്കണേ. അപ്പൊ ഇത് ആദ്യം ഇത് ക്ലീൻ ചെയ്തിട്ട് ടോട്ടല് ഇത് മുറിക്കാതെ തന്നെ തിളപ്പിച്ച്
പകുതി വേവാവും. അപ്പം അതിൻ്റെ ഫാറ്റും കാര്യങ്ങളും അതിൻ്റെ കച്ചറൊക്കെ വെള്ളത്തിലാണ് പോകും. എന്നിട്ട് വെന്തിന്റെ ശേഷം മുറിക്കുക. അപ്പം നിങ്ങളൊക്കെ എല്ലാവരും എങ്ങനെ ഉണ്ടാക്കാന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഉണ്ടാക്കണവരുണ്ടാവും, പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണാനേ. നമ്മൾ ആദ്യം മുറിച്ച് പിന്നെ തിളപ്പിച്ച്. അപ്പൊ ഒരു ദിവസം കുരുമോൾക്ക് പറഞ്ഞേ ഇങ്ങനെ ചെയ്തു നോക്ക്, പെട്ടെന്ന് പരിപാടി ചെയ്യുമെന്ന്. അതെ. അപ്പൊ ഇന്നെ ഓളും എനിക്ക് സംസാരിക്കാനൊന്നും വെച്ചപ്പന്നെ കൊഞ്ഞു പോകും. നമ്മളെ കാര്യം പോകാം. കാന ചോറയക്കണേ. ഞാൻ നന്നാക്കി എടുക്കണല്ലോ സാധനം. അതാണ് അപ്പൊ ഞങ്ങൾ കിച്ചണിക്കാണ് പോകണം. നിങ്ങളും വരും. എന്തൊക്കെ പരിപാടി നിങ്ങൾക്ക് കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട. അതെ, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട. ഇനി പെട്ടിറച്ചി കൊണ്ടുവരുമ്പോ ആരും പെരയിൽ പിരാന്ത് കാട്ടണ്ട. മാപ്പിളാരോട് ഇത് നല്ല സുഖമാണ്, എളുപ്പമാണ് ഇത് ഉണ്ടാക്കാന്. ചില ആൾക്കാരുണ്ട് കാട്ടുന്നവര്. അപ്പൊ എല്ലാരും അങ്ങനെ കാട്ടണ്ട. പൊട്ടന്മാരെ അതണ്ടാ നല്ല അടിപൊളി ഒക്കെ ചെറുതാക്കി താടി ഓവറാണ്, അങ്ങോട്ടാണ് വൃത്തി പോരാന്നൊക്കെ ഉള്ള ചില ആൾക്കാർ പറഞ്ഞു. ഇതൊക്കെ പക്ക മീശൊക്കെ വെട്ടി. അപ്പൊ നമുക്ക് അടുക്കളയ്ക്ക് പോവില്ലേ? പോവാ പിന്നെ നിങ്ങളും വരും അടുക്കളയ്ക്ക്. എങ്ങനെയൊക്കെയാണ് പരിപാടികളെന്ന് കാണിച്ചു തരാം. അപ്പൊ സാധനം നല്ല അടിപൊളി സാധനം എന്നാണ് മോള് പറഞ്ഞത്. എന്താ വെച്ചാൽ അവർക്ക് ഇറച്ചിന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാം. ഉണ്ടല്ലേ, കുറച്ച് ക്ലിയർ ചെയ്യാണ്ടല്ലേ. ഞാൻ ഇത് ഇറച്ചി ഇത് ക്ലീൻ ചെയ്തിട്ട് ഞാൻ അവിടുന്ന് വെട്ടാന്ന് പറഞ്ഞോടെ. പിന്നെ എനിക്കൊരു ലോഡ് എടുക്കാൻ അർജന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് വേഗം പോയി. അപ്പൊ നമ്മൾ നൗഷാദ് എന്ന് പറയും ഇവിടെ ഭാര്യത്തുള്ള അവൻ്റെ നിന്ന് വാങ്ങിയതാണ്. തലേന്ന് വിളിച്ച് പറഞ്ഞ എടുത്ത് വെച്ചുകൊണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളി സാധനം അല്ലേ? നല്ലതാണ്. ഇത് വനിതാ പോത്ത? അതെ, വനിതല്ലല്ലോ. വനിതല്ല. അപ്പോ വനിതല്ലാത്തിന് പേരെന്താ പറയാ? വനിതക്ക് നല്ല മഞ്ഞ. വനിതാന്റെ പെണ്ണല്ലേ? ആണോ? പശുവിന്റെ ആണെങ്കിൽ മഞ്ഞ നെയ്യാണിക്കാരം. അതെ. അപ്പൊ ഇത് ഫീമെയിൽ വനിതയാണല്ലേ? എന്തിനാ അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഏതായാലും സാധനം അടിപൊളി സാധനമാണ്. ബാക്കി ക്ലീൻ ചെയ്യട്ടെ. പശുവിന്റെ അല്ല, ക്ലീൻ ചെയ്യട്ടെ. ബാക്കി പറഞ്ഞുതരല്ലേ? ഞങ്ങൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. നമ്മൾ വെറുതെ കൊടുത്താൽ മുറിച്ചാൻ പറ്റില്ല കേട്ടോ. അതിന്റെ ഇവിടെ മാളെപ്പോഴും ചെയ്യുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഓല് കട്ട് ചെയ്താലും വിശ്വസിക്കാൻ നമുക്ക് ആദ്യം നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്യണം. ഓല് തന്നെ കടി പിടിച്ചിട്ട്. അതെ, അവിടുന്ന് മുറിച്ച് വാങ്ങരുത്. നമ്മളിങ്ങനെ ക്ലീനൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് തിളപ്പിച്ച് വെള്ളമൊക്കെ കളഞ്ഞ് അല്ലേ? വടിച്ച് കളറൊക്കെ മാറില്ലാലോ. ഇത് ഈ കളറേന്ന് നല്ല ക്ലീൻ ചെയ്യണം. ഇതേപോലെ ക്ലീൻ ചെയ്യണം കേട്ടോ. അതിന്റെ ക്ലീൻ ചെയ്ത വേസ്റ്റാണ് ഈ കാണുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അത് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കട്ടെ. കാരണം ആൾക്ക് വയ്യ, ഒരു ഗതി ഇല്ലാത്തതുകൊണ്ട് വേറൊരാളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയായിട്ട് ഇപ്പോൾ വരാം. ഏതായാലും പെറ്റിറച്ചി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കുറേ ആഴ്ചകളായി പറയുന്നത്. വെള്ളിയാഴ്ചകളിൽ ഞാൻ എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ എന്താവും, സാധനം തീരും. കാരണം ഇത് ആൾക്കാർ പെട്ടെന്ന് നമ്മളെ നാട്ടിൽ പറഞ്ഞത് ആൾക്കാർ ബുക്ക് ചെയ്ത് കണ്ടിടലാണ്. പെട്ടെന്ന് സാധനം തീരും. കിട്ടിയ ദിവസം ആക്കുമ്പോഴോ മോളിന് വയ്യാത്ത ദിവസം. ഞാൻ അങ്ങനെ വേവിക്കാൻ വെച്ചേട്ടതാ. അപ്പൊ എന്താ അറിയോ, അങ്ങനെ നമ്മള് അടുപ്പത്ത് വെച്ചാൽ അതിന്റെ ഫാറ്റും പോവും, പിന്നെ മുറിക്കാനും സുഖാവട്ടാ. ഒന്നും കൂടി മുറിക്കാൻ പെട്ടെന്നാവൂലേ? കത്തിയൊക്കെ മുറിച്ച് തേക്കി ഇങ്ങനെ ഭയങ്കര ഇറങ്ങാറാണ്. ഞാൻ പണിയിലാണ് വെളുത്തുള്ളി അപ്പൊ തുറക്കാൻ പോകട്ടാ. പെട്ടെന്ന് ആവാനും വേണ്ടി ചെയ്യും. പക്ഷെ വെള്ളം ഒഴിക്കില്ല. സമയം കുറച്ച് വൈകിയതുകൊണ്ടേ. കണ്ടാ നല്ല ബ്ലാങ്കറ്റ് ആയിക്കണേ. കട്ടിയില്ലേ? എന്താ അത് ഇന്നലെയും ഉണ്ടായിട്ടില്ല അല്ലേ? ഇന്നലെ വെട്ടിയിറച്ചി കൊടുത്തിട്ടില്ലല്ലോ. അല്ല അപ്പൊ സാധനം കണ്ടിരിക്കും. കട്ട് ചെയ്യട്ടാ. വെള്ളമൊക്കെ അതൊന്നുകൂടി വാഷ് ചെയ്ത് അതന്നെ വെള്ളം വന്ന് അതിന്റെ വേസ്റ്റൊക്കെ അതും പോയിക്കോളും. ഇനി വേസ്റ്റ് ഒന്നുമില്ല, പക്ക ഫ്രഷ് ആയിട്ടാ. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു ഓലൊക്കെ പറയണ്ടാവും, നിങ്ങൾക്ക് ഒന്ന് ചോദിച്ചു വാങ്ങിക്കണം മുറിച്ചെടുത്തൂടെ എന്നൊക്കെ ഇങ്ങനെ ഓല് പറയുണ്ടാവും. ഞാൻ ചോദിച്ചത് കേട്ടിരുന്നാലും ഇത് കണ്ടങ്ങള് നല്ല പുതപ്പാട്ടാ. പറയോ എനിക്ക് വെജ എനിക്ക് നിൽക്കാനും ഇരിക്കാനൊന്നും വയ്യ. പനി, തലവേദന, കുഴച്ചിലാണ്. പ്രതിരോധ ശേഷി വന്നാലിതാ 1-1.5 കാലം എന്താ വെച്ചാല് നല്ല ക്ഷീണവും കാണും. എപ്പോഴും കിടക്കണം തോന്നും.
എനിക്ക് ഓരോട് തിരിക്കാനാണ് പൂതി. ഇന്ന് പോകണ്ടപ്പോ ഡ്രൈവ് പഠിക്കാനേ ചെയ്യണല്ലേ? ഇന്ന് കൂടിയാ ആയേ എനിക്ക് വെജ് എന്ന് ഡ്രൈവിംഗ് ഒന്നും പഠിച്ചാല് ഇതില് ശ്വാസം അയക്കാൻ പോലും പറ്റണില്ല, സംസാരിക്കാൻ പറ്റണില്ല, തലവേദന. എന്നിട്ട് അവിടുന്ന് പൊട്ടീന്റെ ശേഷം പിന്നെ നമുക്ക് ഒന്നും കൂടി പോവാ. പൊട്ടും മോനെ, മോനെ ഡ്രൈവിങ് റോഡ് ടെസ്റ്റിന് പൊട്ടും. എന്താ വെച്ചാല് ഓടിച്ചു കാണിച്ചു കൊടുക്കണം, പിന്നെ എച്ചിട്ട് കൊടുക്കണം. പിന്നെ റോഡ് ടെസ്റ്റ് വേറെ ഉണ്ടാ. അല്ല ആ MVD ഫ്രണ്ടിൽ എടുക്കുവോ? തലമുറ കെട്ടുണ്ടാവും. ഇല്ല അങ്ങനെ എന്നെ പഠിപ്പിച്ച ഡ്രൈവിംഗ് മാഷിന്റെ തലക്ക് കെട്ടണ്ടേ? അല്ല അപ്പൊ അതിന് ക്ലച്ചും ബ്രേക്കും വേറുണ്ടല്ലോ. എനിക്കറിയില്ല ഇതിനുണ്ടാവോ? എന്റെ മുഖം കണ്ടിട്ട് തോന്നുന്നു എനിക്ക് വയ്യാന്നുള്ളത് തോന്നുന്നുണ്ട്. അവയ്ക്ക് എന്താ പറയാ, ഒന്നിനും വയ്യ, സംസാരിക്കാൻ പോലും പറ്റണില്ല. കുട്ടി കുറച്ച് പോയി കിടന്നോളെ. ആയിക്കോട്ടെ. എന്നിട്ട് ആണ്ട് വിളിച്ചാണ് മാളോ ഉപ്പ് എവിടെ, മുളക് പൊടി എവിടെ, മാളോ ഇതെങ്ങനെ വെക്കണ്ടി? ഞാൻ കട്ട് ചെയ്തിട്ട് വിളിച്ചാൽ കിടന്നാല് വേണ്ട. അപ്പൊ ഏകദേശം തീർമാനായി അല്ലേ? കണ്ടില്ലേ നിങ്ങള്? ഇത് കാണാൻ തന്നെ പ്രത്യേക ഭംഗി ഉണ്ടാവും. കണ്ടില്ലേ? അപ്പൊ എന്താ വെച്ചാല് ഇത് കഴിക്കുന്നതിന് നമുക്ക് ശരീരത്തിന് വലിയ ഒരു ഫാറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടൂല. കാരണം അത്രയും തിളച്ച് ഇത് വെറും എന്താ പറയാ, ഇതിന്റെ കാര്യമായിട്ടുള്ള മുതലെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇത് ടേസ്റ്റ് വരണമെങ്കിൽ മാളും കൂടി വിചാരിക്കണം. ഇതിന്റെ മസാലന്റെ പവർ കൊണ്ട് ടേസ്റ്റ് വരുള്ളൂ. അങ്ങനെ ഉണ്ട്. കാരണം ഇതിന് ഒന്നുമില്ല, അത് വെന്ത് കഴിഞ്ഞു, ഇതിന്റെ ഫാറ്റ് എല്ലാം ഒഴിവാക്കി. ഇനി എങ്ങനെ ഉണ്ടാക്കണം നമ്മൾ നോക്കട്ടാ. ഓക്കെ, കുക്കർ എടുക്കാം. ഇതിന് കുറച്ച് ഉണ്ടല്ലോ അല്ലേ? വെള്ളം ഊറ്റിക്കളി. അത് കൂറ്റാ. ഒന്നും കൂടി വെള്ളത്തൊന്നുകൂടി കഴിക്കാം. ഇതെത്താൻ പോണേ കണ്ടില്ലേ? ഇനി വെള്ളം, ഇനി ലേശം വെള്ളം, മല്ലി, മുളക് ആൾക്കിലുണ്ട്. എന്താണ് മഞ്ഞപ്പൊടി കഴിഞ്ഞതാ? കഴിഞ്ഞാണ്, കൊറേ ദിവസമായി കഴിഞ്ഞിട്ട്. മതി. മഞ്ഞപ്പൊടി കുറവാണ്, ഇനിയിപ്പോ കൊണ്ടുവരാൻ പറ്റൂല. ഞാൻ തൊട്ടടുത്തൊന്നും പീടിയില്ല. പിന്നെ വെള്ളിയാഴ്ച അല്ലേ? മുളക് പൊടി ഒരു 1 2 ഒരു ലേശം കൂടി മതി. പൊതുമ പിന്നെ കൊത്തമല്ലി ടീസ്പൂൺ നോക്കുവോ? 1 2 3 പോരാ, ഒരു ഇത്തിരി കൂടി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് 2 കിലോന് കുറച്ച് കൂടുതലുണ്ട് ഈ പെട്ടിറച്ചി. കുറച്ച് ഒഴിവാക്കി, എന്നാലും അല്ല ഏകദേശം കുറച്ച് ഒഴിവാക്കി. പാകത്തിന് ഉപ്പിടുന്നുണ്ട്. പാകത്തിന് ഉപ്പ് എത്രയാണ് നിങ്ങൾക്ക് പാകത്തിന് ഇട്ടാളി. വിവാഹം കുറവുണ്ടെങ്കിൽ പിന്നെ നോക്കാം. ഇനി എന്താ, ഞാൻ കട്ടിംഗ് ബോർഡ് മറ്റേ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് തട്ടുക. ഈ കട്ടിംഗ് ബോർഡുമുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ ഇതിന് മെയിനായിട്ട് ഇവിടെ പറഞ്ഞ ചെറിയുള്ളി വേണമെന്നാണ്. കുറച്ച് വല്യുള്ളി ഇതിലുണ്ട്, ചെറിയുള്ളി കുറവായിരുന്നു, ചെറിയുള്ളി മതി. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഓക്കെ, ഇതില് തക്കാളി യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇത് നേരെ ഇതിലേക്കാണ് തട്ടാൻ പോകും. അത് കച്ചറല്ല, നല്ലതാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പോണേ. നന്നായിട്ടൊന്ന് ചേരുവകൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെന്തു ചെയ്യണ കുറച്ച് തൂമിക്കുക. എന്താ വെച്ചാല് ഇത് പോരാ, പത്തിന് ബാക്കി പിന്നെ ചെയ്താൽ പോരാ. അപ്പോൾ കുറച്ച് നല്ല അടിപൊളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ഇത് മൊത്തമാണ് കളയപ്പില്ല. എത്തിയിട്ടുണ്ട്. എന്താ അവളെ കവളത്ത്
ജി എപ്പോഴും പോരൂല, ഞാൻ ഇല്ലാന്ന് പറയും. താമസം ഞാൻ തൂങ്ങിക്കാൻ പോകും. പിന്നെ ചെറിയ ഉള്ളി ഫുള്ള് ചെറിയ ഉള്ളി ഫുള്ള് ഇതിക്ക് കാച്ചില്ല. ഇല്ല, കുറച്ച് ചെറിയ ഉള്ളി കൂടി ഇട്ട് കഴിഞ്ഞാൽ നന്നാവും. ജംഗിൾ ബുക്കത്തേക്ക് ഈ കറിവേപ്പിന്റെ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ. ആ ഉണ്ട്, മഞ്ഞുണ്ട്. ഇത് പോരും ഒരു ദിവസം. ഉപ്പ് വേണ്ട, ഈ ചോറ്റിക്ക് വേണേ. ആ പറഞ്ഞീന്ന് കവളത്ത് എന്താ ആ കുയ്യിലോടത്ത കുത്തിച്ചിക്കണേ. ഈ ചോറുന്നാ ചായ അടിച്ചാ വേണമെങ്കിൽ ഇരിക്ക. അപ്പൊ ഞാൻ നേരത്തെ എപ്പോഴും പറയാറില്ല, നാളത്തെ അന്നാമത്തെ കറി കിട്ടണ ഈ പിറ്റീന്ന് വരണെന്ന്. അങ്ങനത്തെ ഒരു കറി ഇവിടെ ഉണ്ട്. നല്ല അടിപൊളി മോരുകറി. ഇത് ഇന്നലത്താണ്. ഇന്ന് ഇതിന്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടിയിട്ടുണ്ടാവും. പൊട്ടിക്കണത് ഒരു സാധനം തരുന്നാ കിട്ടൂല. ആ പൊട്ടിക്കണത് അപ്പൊ ചൂടായിക്കോട്ടെ. അപ്പൊ ഇത് തൽക്കാലം നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് മാറ്റിയേക്കാം. കണ്ണാടി മൂടി ചിലപ്പം ഇതിക്ക് പൂള കൊണ്ടുവന്നു കഴിഞ്ഞാല്, മനസ്സിലായ പൂള അറിയാത്തവരുണ്ടെങ്കിൽ കപ്പ പൂള തന്നെ. പൂള മലപ്പുറക്കാർക്ക് പൂള, അല്ലാത്തവർക്ക് പൂള എന്ന് പറഞ്ഞാൽ ചിലപ്പം കടന്ന പൊട്ടിക്ക് വരും. പൂള മലപ്പുറം ജില്ലയിലും മലപ്പുറം ജില്ല വിട്ടാൽ അല്ല, അവിടെ കേരളത്തിൽ മുഴുവൻ അറിയില്ല, ആർക്കും അറിയില്ല. മലപ്പുറം ജില്ലക്കാർക്ക് അറിയാം, മലപ്പുറം കോഴിക്കോട് ചില ആൾക്കാർക്ക് അറിയാം. അപ്പൊ കുക്കറിന്റെ വാസർ ശരിയാക്കണ്ട, കൊറേ നേരെ ശരിയാക്കണ ശരിയായിട്ടില്ല. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവൂല. തിരുവനന്തപുരം, കോട്ടയം, പത്തനംതിട്ട ഒക്കെ പോയിട്ട് പൂള പറഞ്ഞാല് ചെലപ്പം എന്ത് ചെയ്യും, കിട്ടിയത് വാങ്ങിയേക്കണ്ടേ വരും. നമുക്ക് പൂള അറിയാം. ഒരു നമ്മളെ യൂട്യൂബ് കൂടി വന്നിട്ട് തല്ലൊന്നുമില്ലല്ലോ അല്ലേ? ഇന്ന് രാജാസ് പോയപ്പോ കണ്ടില്ല കുട്ടികളെ കുട്ടികളെ ചിലപ്പോൾ വളഞ്ഞുകാട് തല്ലും, വലിയ പുറത്ത് എവിടെയൊക്കെ ചെയ്യും. ഇന്ന് ഞങ്ങൾ കുറെ കുട്ടികളെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ അടുത്തേക്ക് രാജാസ് പോയപ്പോ ആധാർ ശരിയാക്കണ്ടേ. അപ്പൊ ഒരു ഗവൺമെന്റ് ടീച്ചറോ HMO ഓരോ ഒപ്പിടാണ്ട് മസാല ഒന്നും വേണ്ട, നേരെ പാത്രത്തേക്ക് തട്ടുക. അപ്പൊ നീ തന്നെ എടുക്കല്ലേ? കുറച്ചേരം റെസ്റ്റ് എടുത്തപ്പോ പനി ഭേദമുണ്ട്. ഗുളിക ഗുളിക വലിച്ചെറിഞ്ഞൊക്കെ ചെറുപ്പത്തിലല്ലേ എനിക്ക് ഇഷ്ടമല്ല. ഡോക്ടർ എടുത്ത് പോയി ഗുളിക കൊണ്ടുവന്നൊരു ജനൽക്ക് അങ്ങനെ വെക്കും, അങ്ങനത്തെ ആളാണ്. ഞാൻ ചോദിച്ചു വലിച്ചെറിഞ്ഞെന്ന് വെച്ചെന്ന്. വാങ്ങണമെങ്കിൽ ആ ഗുളിക മുഴുവൻ വാങ്ങും. പക്ഷെ പണ്ടൊക്കെ വാങ്ങിയത് ഇപ്പൊ വാങ്ങൂല. ഇപ്പൊ എന്ത് ചെയ്യുന്നറിയോ, ഒരാഴ്ചക്ക് ഏതെങ്കിലും 3 ദിവസത്തിന് ഗുളിക വാങ്ങുള്ളൂ. ഇപ്പൊ ഞാൻ 15 ദിവസത്തിന് എഴുതിയാല് ആ പുറമെ മെഡിക്കൽ ഷോപ്പിൽ ചോദിക്കും ഇതിൽ ഏതൊക്കെയാണ് കുടിക്കൽ നിർബന്ധമുള്ളത്, ഇതിൽ ആന്റിബയോട്ടിക് ഏതാണ് നിർബന്ധം. അപ്പൊ ഇത് അപ്പൊ ഞാൻ പറയും ഇന്ന് ഇത് വേണ്ടാറ്, ഇത് ഞാൻ കുടിക്കൂല, നേരാക്ക പൈസ പോവും. അപ്പൊ ഇവിടെ കൊടുത്തിട്ട് അലമാറി ആന്റിബയോട്ടിക് വാങ്ങും. അത് കഴിക്കൽ നിർബന്ധമാണല്ലോ. എങ്ങനെ ഇരിക്കണേ? എങ്ങനെ ചിലത് ഞാൻ വാങ്ങുമ്പോ ഞാൻ ഇങ്ങനെ നോക്കും. ഞാൻ ഇവിടെ അറിയും, മെഡിക്കൽ ഷോപ്പിന് അവിടെ നിന്ന് അറിയും, ചേട്ടാ ഇരുന്നോ, വെറുതെ ഞാൻ കാലാടെ ഉണ്ടാകും നാടി ഓക്ക് ഞാൻ കുടിക്കൂല. എന്ന് വെച്ചാൽ എനിക്ക് എത്രയും ഗുളിക കുറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടോ. അപ്പൊ ഞാൻ കുടിക്കൊന്നും എത്രയും കുറഞ്ഞിട്ടേ അതല്ല നല്ലത്. എനിക്ക് ഗുളിക എന്താന്ന് അറിയാൻ പറ്റൂല. നാടൻ മരുന്ന് കഷായം എന്ത് വേണേ ഞാൻ കുടിക്കും. അതിനും പരിധി ഉണ്ട് കേട്ടാ. കുറച്ച് കഴിഞ്ഞാൽ അതും മുടങ്ങും. ചൂട് കൂടും. അപ്പൊ എങ്ങനെ ചോറ് കഴിക്കാൻ പാടില്ല ഭക്ഷണ സാധനങ്ങൾ. പക്ഷെ ചൂടാറണമെങ്കിൽ ഊതണ്ടേ. അപ്പൊ ഞങ്ങൾ ഡെന്റേബിൾ കൊണ്ടേക്കട്ടെ ഫുഡൊക്കെ അങ്ങോട്ട് വരും. അപ്പൊ ചോറൊക്കെ കൊടുന്ന ഇറച്ചി പൊരിക്കണം തന്നെ. പിന്നെ ഓള് ന്യൂ ഒരു സ്മോൾ ചാനലുണ്ട്. ആ ചാനലിൽ കൂടെ വീഡിയോ ഒക്കെ പിടിക്കും. ഇത് 2 ഫൈറ്റർമാരാണ്. ചെറുപ്പം മുതലേ ജനിച്ച മുതലേ ഫൈറ്റർമാരാണ്.
അപ്പോൾ ഈ എന്താ പറയുക അടുത്ത് നമുക്ക് രാത്രിക്കൊക്കെ വെട്ടിറച്ചി എല്ലാം പൊരിച്ചെല്ലാം അടിപൊളിയാക്കണം. പൊരിച്ചണ്ടേ? പിന്നെ അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ ഐറ്റംസ് നിങ്ങൾ കണ്ടില്ലേ? ഇത് ഞാൻ ഉണ്ടാക്കിയ ഫലാണ്. മസാല അവള് പറഞ്ഞെന്ന് ഇട്ടുന്നുള്ളൂ, പക്ഷെ ഞാൻ ശരിക്കും ഉണ്ടാക്കിയ ഫലാണ്. നിങ്ങൾ തന്നെ ഉണ്ടാക്കിക്കണേ, ഞാനല്ല. അപ്പൊ ഞാൻ കഴിച്ചു നോക്കട്ടെ. പുളിഞ്ചാറും പെട്ടിറച്ചി പൊരിച്ചതുമാണ്. പെട്ടിറച്ചി പൊരിക്കാന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഗ്രേവി ഉണ്ട് ഇതിൽ. എന്താ വെച്ചാൽ വൈകുന്നേരത്തേക്ക് പൊരിക്കാന്നുള്ള സമയത്തിന്റെ ഒരു നേരം വൈകിക്കണം, പൈച്ചിറങ്ങാറായിക്കണേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തേ? നിന്നീല. മോൾട്ടിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് പെട്ടിറച്ചി പറഞ്ഞാല്. എനിക്ക് ഇഷ്ടല്ലേ? എന്താടി അങ്ങനൊക്കെ? വെച്ചോട്ടെ കുറച്ച് മിനിറ്റോളി. രണ്ടു മാത്രമേ കുറച്ച് മോരുകറി ഉണ്ട്, നോക്കിക്കാളാം. കഴിച്ചു നോക്കട്ടെ ഞാൻ എങ്ങനെയുണ്ട് എന്നുള്ളത്. പക്ഷെ സാധാരണ ഉണ്ടാക്കൽ എങ്ങനെയാ വെച്ചാല് ഇതൊന്നും കൂടി അല്ലേ, ഒന്നും ഡ്രൈ ആയിങ്ങാണ്ട് വെള്ളമൊക്കെ കുറഞ്ഞാണ്ട് പൊരിക്കയിന്ന് നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിക്കാരം. പ്രാവശ്യം കുറച്ചൊരു ചേഞ്ച് ഉണ്ട്. കുരുമുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല, അങ്ങനെ പൊരിച്ചെടുക്കുക. ചെറിയ ഉള്ളി ഇട്ട് തൂമിച്ചിട്ടാണ് ഇട്ടാലും ഇട്ടിരിക്കും തിരിഞ്ഞും മറിഞ്ഞും നോട്ടല്ല, ഒരു രക്ഷയില്ല. അങ്ങനെ ഒന്നും തിരിയാൻ മനസ്സ് വരില്ല. കാരണം ഈ ഐറ്റംസ് കാര്യം ചെയ്ത് തുടങ്ങിയാണ്. കഴിഞ്ഞു ചോറ്. പിന്നെ ഞങ്ങൾ തീമിട്ട് പോയതുകൊണ്ട് വന്നപ്പോ ഒരു കഞ്ഞിയായി. അല്ലേ? ചോറ് നല്ല ബന്ധുക്കളും സാധനം സൂപ്പറായിട്ടുണ്ട്. പൊരിച്ചിക്കണെങ്കിൽ ഒന്നുകൂടി രസം. അപ്പൊ പെട്ടിറച്ചി താല്പര്യമില്ലാത്ത ആൾക്കാർക്കും കഴിക്കാൻ കഴിയും. ഇതേപോലെ നന്നായിട്ട് തിളപ്പിച്ച് ക്ലീൻ ചെയ്ത് ഒന്ന് ഉണ്ടാക്കി നോക്കിയും. പൊന്നുവാ, ഈ കുട്ടിക്ക് ഇതാ വീഡിയോ ഓൺ ആക്കിയാല് തിരിഞ്ഞു നോക്കൂലല്ലോ. പൊട്ടന്മാരൊക്കെയാണ്. എനിക്ക് ഇഷ്ടായ മിണ്ടൂല. ടേസ്റ്റാണ് മക്കളെ. ഇത് ശരിക്കും ഒരു ഡ്രൈ ആയിട്ട് വേറെ ക്വാളിറ്റി ഉണ്ടാക്കലുണ്ട്. വൈകുന്നേരത്തേക്ക് അങ്ങനെ ആക്കും, പൊരിച്ചെടുക്കും. പെരും ടേസ്റ്റാണ്. അപ്പൊ അൽഹംദുലില്ലാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കേട്ടോ. മോൾട്ടിക്ക് പെട്ടിറച്ചി ഇഷ്ടമല്ലാത്ത ഓള് പോലും ആരും കാണാതെ ഒരു കഷ്ണം കഴിച്ച്. അപ്പൊ എത്ര മാത്രം ഉണ്ടാവും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അല്ലേ? ഈ നുണക്കുഴിക്ക് ഒരു ചാനലുണ്ട്, യൂട്യൂബ് ചാനൽ ഉണ്ട് ഈ നുണക്കുഴിക്ക്. അല്ലേ? എന്താ ചാനലിന്റെ പേര്? ഷഹ്സ വേൾഡ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഷഹ്സ വേൾഡ് നമ്മുടെ മോളൂസിന് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, പ്ലീസ് ഹെൽപ്പ്. ഓക്കെ, വളപ്പിന്നെ ഉണ്ടാവുള്ളൂ അല്ലേ? ഓള് വളപ്പിന്നെ ഉണ്ടാവുള്ളൂ. ആക്കെ ഓളെ ആളെ സംഘടിപ്പിക്കുന്നു. എന്റെ ഫ്രണ്ടൊക്കെ ഉണ്ട് ഒരു മിനി യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താ എന്താണ് അത് എന്താണ് വലുതാവും. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങള് ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാം. ഇങ്ങനെ പാവപ്പെട്ട ഒരു ഉപ്പയും മക്കളും എന്നുള്ള യൂട്യൂബ് ചാനൽ ഉണ്ട്. ഒരു പാവപ്പെട്ട മാളു, ഒരു ബാവ, ഒരു മോറൂസ്, അതേപോലെ തന്നെ കേട്ടോ എല്ലാവരും ഉണ്ട്. ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതെ, നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് നമ്മൾ ഇതേവരൊക്കെ എത്തിയത്. അപ്പോൾ ഇനി ഇവിടുന്ന് കൊണ്ടും വേണം. ഓക്കെ, ആ അഭിപ്രായം പറയാതിരിക്കരുത്. നല്ലതായാലും ആകാത്തരും ഇങ്ങോട്ട് പോണോട്ടെ. അപ്പൊ എല്ലാവർക്കും ബൈ 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 ബൈ.